സ്വപ്നങ്ങളില്ലാത്ത ഏതു മനുഷ്യനുണ്ട് ഈ ഭൂമിയിൽ? എല്ലാവരും അത് തേടിയുള്ള ഓട്ടത്തിലാ. എത്രത്തോളം സ്വപ്നം കണ്ടാലും, എത്ര ഉയരത്തിൽ പറന്നാലും, എന്തൊക്കെ നേടിയാലും മനുഷ്യരൊക്കെ അവസാനം ചെന്നെത്തുന്ന ഒരു ഇടമുണ്ട്. അത് മണ്ണാണ്, 6 അടി മണ്ണ്. അതാണ് ഒരു മനുഷ്യന് ആകെക്കൂടി വേണ്ടുന്ന സ്ഥലം. ഭൂമിയിൽ ജീവിച്ചു മരിക്കാൻ വിധിക്കപ്പെട്ട ഓരോ മനുഷ്യന്റെയും അവകാശമാണതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കൊടുക്കാൻ കഴിഞ്ഞാൽ ജന്മം പൂർണ്ണമാകും. ഒരു നിയോഗം പോലെ ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾ വാരിയെടുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. എന്നാൽ അയാളെ സമൂഹം ശവം വാരിയെന്ന് അപമാനിച്ച് മാറ്റി നിർത്തപ്പെടുമ്പോൾ താനും ഒരു സാധാരണ മനുഷ്യനാണെന്നും സാധാരണ മനുഷ്യരോടതുപോലുള്ള ഒരു ജീവിതം താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറയാൻ ശ്രമിക്കുന്ന മരണക്കൂട്ടി എന്ന മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ നിയാസ് കരീം എഴുതിയ വിനു വിയുടെ ആത്മകഥ. തങ്ങളുടേതല്ലാത്ത ഒരുപാട് കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. ജീവിതത്തിന്റെ ഏതൊക്കെയോ ഘട്ടം മുതൽ ഉപേക്ഷയുടെ പാളങ്ങളിലൂടെ പൊള്ളി നടക്കാൻ വിധിക്കപ്പെട്ടവർ. ഇരമ്പിയോ ഇഴഞ്ഞോ എത്തുന്ന വിധിയുടെ വണ്ടി തട്ടി മടങ്ങുമ്പോഴും കൈവിട്ടവർ ആരും അവരെ തേടി മടങ്ങി വരാറില്ല. ഉറ്റവർ ഉണ്ടായിട്ടും അനാഥരായി ജീവിച്ചവർ അനാഥരായി തന്നെ മണ്ണിലേക്ക് മടങ്ങും. ഒരു ശവം വാരി എന്നതിലുപരി ജീർണിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ചിതറിക്കിടക്കുന്ന കുറെ മൃതദേഹങ്ങളെ അവനവൻ്റേത് എന്ന വിചാരത്തോടെ വാരിയെടുത്ത് സംസ്കരിക്കാനും അതിൻ്റെ മറ്റ് ഔപചാരികമായ പിന്തുണ നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് വിനു. എന്നാൽ സമൂഹത്തിലും കുടുംബത്തിലും എന്തിനേറെ പകൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം അപമാനിക്കപ്പെട്ടു എന്ന് വിനു തൻ്റെ ഈ ആത്മകഥയിൽ പറയുന്നുണ്ട്. ചേർത്ത് പിടിക്കും തോറും എങ്ങനെയാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനാൽ അപമാനിതനാകുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ആത്മകഥ. വിനുവിനെ സംബന്ധിച്ചിടത്തോളം തന്നിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പരമ്പരാഗതമായ ഒരു തൊഴിലല്ല ഈ ശവം വാരൽ. ഒരു ചിത്രകല പോലെ, സംഗീതം പോലെ, ഒരു സർഗാത്മക രചന പോലെ പ്രിയപ്പെട്ടതാണ് അയാൾക്ക് തൻ്റെ ഈ തൊഴിൽ. മുൻപ് മറ്റൊരു നോവൽ നമ്മെ ഇത്തരത്തിൽ ഏറെ ഹൃദയത്തെ തൊട്ടുപോയിട്ടുണ്ട്. തകഴിയുടെ തോട്ടിയുടെ മകൻ. ഒരു പൊതുസമൂഹത്തിന്റെ അമേധ്യം വാരുന്ന കുറെ മനുഷ്യരെ തോട്ടി എന്ന ഒരു ഉപകരണത്തിലൂടെ വിളിപ്പേരാക്കി, ഒരു വംശത്തിന്റെ വിളിപ്പേരാക്കി മാറ്റുകയും അത്തരം മനുഷ്യരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു നോവലായിരുന്നു തോട്ടിയുടെ മകൻ. അതിനോട് സമാനമായ അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന തരത്തിൽ ഇന്നത്തെ കാലത്തെ ഒരു തൊഴിലിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു ആത്മകഥയാണ് മരണക്കൂട്ട് എന്ന വിനു വിയുടെ ഈ പുസ്തകം. ഭൂമിയിൽ ജനിച്ച ഓരോ മനുഷ്യനും മനുഷ്യനായി തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നതോടൊപ്പം ഒരു സാധാരണ ജീവിതം വിനുവിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, സ്നേഹം.